വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ നിലംപരിശാക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. ഗുജറാത്തിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ കച്ചകെട്ടിയാണ് രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നത്. അതിനായി പ്രവർത്തകരോട് അഹോരാത്രം പ്രവർത്തിക്കുവാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ ബിജെപിയുമായി ചേർന്ന് നിൽക്കുന്നവർ ഉണ്ടാകുമെന്നും അവരെ കണ്ടെത്തി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒതുക്കണമെന്നും ഗുജറാത്തിൽ കോൺഗ്രസ് മനോവീര്യം തകർന്ന നിലയിലാണെങ്കിൽ പോലും സംസ്ഥാനത്ത് ബിജെപിയെ പരാജയപ്പെടുത്തുമെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് കോൺഗ്രസ് പാർട്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് പാർട്ടി ഏറ്റുവാങ്ങിയത്. ആയതിനാൽ തന്നെ ഇനി ഒരു പരാജയം സംഭവിച്ചാൽ പിന്നീട് കോൺഗ്രസിന് യാതൊരു വിലയും ജനം കൽപ്പിക്കില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ബിജെപിക്കെതിരെ കരുക്കൾ നീക്കി രംഗത്ത് വരുന്നതും. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാകും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്ന പേടിയാണ് പ്രധാനമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ED നടപടികൾ രാഹുൽ ഗാന്ധിക്ക് നേരെ വരുന്നത് എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. അതേസമയം രാഹുലിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഗുജറാത്തിൽ ഞങ്ങൾ മനോവീര്യം തകർന്ന നിലയിലാണ്. എന്നാൽ സംസ്ഥാനത്ത് ബിജെപിയെ പരാജയപ്പെടുത്തും. ഇത് രാഷ്ട്രീയപരമായ പോരാട്ടം മാത്രമല്ല, ആശയപരമായത് കൂടിയാണ്. RSSനെയും ബിജെപിയെയും പരാജയപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ എന്നത് ജനങ്ങൾക്കറിയാം എന്നതാണ് രാഹുൽ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുതിർന്ന നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയെന്നും നേതാക്കൾ തമ്മിലുള്ള മത്സരം വിനാശകരമാണ് എന്നും ഫലപ്രദമായ ഒന്നല്ലെങ്കിലും അവർ പറഞ്ഞതായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. നേതാക്കൾക്ക് കൃത്യമായ ചുമതലകൾ നൽകേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ബിജെപിയുമായി ചേർന്ന് നിൽക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് എന്നും അവരെ തിരിച്ചറിയണമെന്നും പാർട്ടിയിൽ നിന്ന് അവരെ അകറ്റണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും NDA പരാജയപ്പെടുത്താൻ നേതാക്കളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരുന്നു. പ്രതിപക്ഷ മഹാസഖ്യത്തിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ബിജെപിയെ പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതും. തിരഞ്ഞെടുപ്പിൽ വെവ്വേറെയായി മത്സരിച്ചാൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുമെന്നും സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചാൽ മാത്രമേ ബിജെപിയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് രാഹുലിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈ അംഗങ്ങളോട് പറയുന്നതും ഇങ്ങനെയാണ്: നമ്മൾ തിരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിച്ചാൽ NDAയ്ക്കായിരിക്കും മുൻതൂക്കം എന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: നിയമസഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന് മാത്രമല്ല മുഴുവൻ രാജ്യത്തിനും പ്രാധാന്യമുള്ളതാണ്. ബീഹാർ രാജ്യത്തിന് മാറ്റത്തിന്റെ വാതിലുകൾ തുറക്കാൻ സാധിക്കുമെന്നും നേതാക്കൾ അവരുടെ സഖ്യ പങ്കാളികളുമായി ഐക്യത്തോടെ പ്രവർത്തിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്നും, കൂടാതെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റ് തേടുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ 50,000-ത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.